14 പശുക്കളുണ്ട് ഇപ്പോൾ ഇവിടെ. 14 പശുക്കൾ, അത്യാവശ്യം ജേഴ്സി, HF, ക്രോസ് ബ്രീഡ് എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ. ഇത് ഞാൻ ആദ്യം മേടിച്ച പശുവാണ്. ഇത് പാലിപ്പഴം പോരാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പൊ ഇവിടെ കൂടുതൽ കൊടുക്കുന്നത് പൈനാപ്പിൾ ലീഫാണ്. ചിലവ് കുറവാണ്. ലാഭകരമായതുകൊണ്ട് നമുക്ക് ഇത് ഇവർക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. ഒരു പശുവിൽ തുടങ്ങിയതാ 1 വർഷം കൊണ്ട് 14 പശുക്കളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ വിജയകരമായിട്ട് ഫാമിംഗ് നടത്തുന്ന ആളാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. നമ്മുടെ ഹമീദിക്കാണ്. ഇക്ക ഈ 1 വർഷത്തിനകത്ത് ഇത്രയും പശുക്കളെ വാങ്ങി ഇക്ക സെറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് ശരിക്കും? പാലിന്റെ ആവശ്യക്കാർ അത്രയുണ്ട്, അത്രയും ഡിമാൻഡാണ്. അതായത് ഇവിടെ നമുക്ക് പാലിന് എങ്ങനെ പോകുന്നുണ്ട്? എത്ര രൂപയ്ക്ക് പോകുന്നുണ്ട്? നമുക്ക് 70 രൂപ നമുക്ക് ലോക്കൽ സെയിൽ കിട്ടുന്നുണ്ട്. 70 രൂപ ലോക്കൽ സെയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളി. അപ്പോൾ നമുക്ക് അതല്ലാതെ നമുക്ക് ഇപ്പം പോകുന്നു. പിന്നെ നമുക്ക് ബൾക്കായിട്ട് ഇപ്പൊ ഒരു 10 ലിറ്റർ 15 ലിറ്റർ അങ്ങനെ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട്. അത് നമുക്ക് 60 രൂപ റേറ്റിൽ. സൊസൈറ്റിയിൽ 60 രൂപ കിട്ടുന്നുണ്ടോ? ഇല്ല, സൊസൈറ്റിയിൽ നമുക്ക് റേറ്റ് കുറവാണ്. സൊസൈറ്റിയിൽ നമുക്ക് കൊടുത്താലും നമുക്ക് അങ്ങനെ അത്ര വിജയകരമായിട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ സൊസൈറ്റിയിൽ അല്ലാതാണോ ഈ 60 രൂപ പോകുന്നുണ്ട്, ബൾക്കായിട്ട് എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പം ഇക്കായെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമുക്ക് മൊത്തം 14 പശുക്കളല്ലേ? 14 പശുക്കളും പിന്നെ അതിന്റെ കുട്ടികളും ഉണ്ട്. നമുക്ക് മൊത്തം എത്ര ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇവിടെ? നമുക്ക് രാവിലെ ഒരു 130-135 ലിറ്റർ, വൈകിട്ട് 70 ലിറ്ററിലും കുറയാതെ എല്ലാ ദിവസവും കിട്ടും. എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. അപ്പം ഏകദേശം എത്ര പശുക്കൾ നമുക്ക് ഇവിടെ കറവിൽ നിൽക്കുന്നുണ്ട്? ഇത് 14-13 കറക്കുന്നതാണ്. ബാക്കി ഒരെണ്ണമാണ് ചെന്നൈയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇനി പശുക്കളെ ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യം ആ രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ ഇക്കാടെ വീട്. വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തം എത്ര സെന്റ് സ്ഥലം ഉണ്ടിരിക്കുന്നത്? 75 സെന്റ് സ്ഥലം. 75 സെന്റ് സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു പശുക്കളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം പുറത്ത് കുറച്ച് എണ്ണത്തിന് അഴിച്ച് കെട്ടിയിരിക്കുക കേട്ടോ. അപ്പുറത്തെ ഫാമിനകത്ത് തന്നെ ഇറക്കാതെ നിർത്തിയിരിക്കുന്നുണ്ട്. ഇത് മെയ്യാൻ വിടാറുണ്ടോ നമ്മൾ? അല്ല, അതിനുള്ള സൗകര്യം ഇവിടെ നമുക്കില്ലല്ലോ, ടൗൺ ഏരിയ അല്ലേ. അതെ അതെ അതെ. വീടിന്റെ പരിസരമൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു പരിധി വിട്ട് പുറത്തേക്ക് ഇറക്കി കെട്ടാൻ ഇപ്പൊ തൊഴുത്തിൽ സൗകര്യം കുറവായിട്ട് പുറത്ത് കെട്ടിയത്. ഇത് ഞാൻ ആദ്യം മേടിച്ച പശുവാണ്. ഇതിന് ശേഷം ഇപ്പൊ ഇത്തരം പശുക്കൾക്ക് മേടിച്ചിട്ട് ഈ കാണുന്ന ഫാം എന്നുള്ള സെറ്റ് എടുത്തല്ലേ. നമുക്ക് ഇവക്ക് ഇപ്പൊ എത്രാമത്തെ ഡെലിവറി? ഇത് ഇപ്പൊ ഇത് മൂന്നാമത്തെ ഡെലിവറിയാണ്. ഓക്കെ. അപ്പോൾ 3ാമത്തെ ഡെലിവറിയാണ്. അത്യാവശ്യം പാല് എത്ര കിട്ടുന്നുണ്ടാവും? അതിനിപ്പോൾ രാവിലെ നമുക്കൊരു 10-11 കിട്ടുന്നുണ്ട്, വൈകിട്ട് ഒരു 5 ലിറ്റർ കിട്ടുന്നുണ്ട്. ശരാശരി അത്രയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിനകത്ത് ഇക്കാക്ക് ഇത് വിജയകരമായി കൊണ്ടുപോകാനുള്ള അതിൻ്റെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്ക ശ്രദ്ധിക്കുന്നത്? നമുക്കൊന്ന് ഇതിനോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഇത് തുടങ്ങിയത്. ഇതൊരു വരുമാന മാർഗമായിട്ടല്ല തുടങ്ങിയത്, ക്രേസ് ആയിട്ട് തുടങ്ങിയതാണ്. അത് ശ്രദ്ധിക്കേണ്ടതും മെയിനായിട്ട് ഇവർക്ക് കൊടുക്കുന്ന തീറ്റയുടെ കാര്യം തന്നെയാണ്. ഇവർക്ക് ഇപ്പം നമ്മൾ പാലിന് തീറ്റ പോരാതെ തന്നെ ഇവർക്ക് ബാക്കി അതർ ടോണിക് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് എല്ലാം രാവിലെ വൈകിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 1 വർഷമായിട്ടും ഇപ്പൊ തുടങ്ങിയ പശുക്കൾക്കൊക്കെ ഇപ്പോഴും പാല് അതേപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. ശരാശരി നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടുന്നുണ്ട്? ഏവറേജ് ഒരു 10 ലിറ്റർ രാവിലെ, 5 ലിറ്റർ വൈകിട്ടും ഏവറേജ് ഉണ്ട്. അതിൽ കൂടുതലുള്ളതുണ്ട്, ചിലത് 1-2 ലിറ്റർ കുറവുള്ളതും ഉണ്ട്. ആ രീതിയിലാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ നമുക്ക് തീറ്റ ചെലവാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഇപ്പൊ തീറ്റ ഇപ്പൊ ഇവിടെ കൂടുതൽ കൊടുക്കുന്നത് പൈനാപ്പിൾ ലീഫാണ്. ചെലവ് കുറവാണ്. ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്നത് പൈനാപ്പിൾ ലീഫ് കൊടുക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ലാഭകരമായതുകൊണ്ട് നമുക്ക് ഇത് ഇവർക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതിന് മെഷീനൊക്കെ വേണം. നേരെ കൊടുക്കാനായിട്ട് പറ്റില്ല പശുക്കൾ. അപ്പൊ പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഈ മെഷീൻ ഉപയോഗിക്കുന്നത് ഷാഫ് കട്ടർ എന്ന് പറയും. ഇതിന് അത്യാവശ്യം ഹെവി ഡ്യൂട്ടി മെഷീനാണ്. നമുക്ക് കണ്ടിന്യൂസ് ഉപയോഗിച്ചാലും പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കറവയ്ക്ക് നമുക്ക് കറവ യന്ത്രം ഉണ്ട്. ചില പശുക്കൾ മാത്രം നമ്മൾ കൈ കൊണ്ട് കറക്കുന്നതുണ്ട്. ഇപ്പൊ പശുക്കൾ ഇത്ര എണ്ണം കൂടുമ്പോൾ നമുക്ക് ഇത്രയും പശുക്കളെ കറന്നെടുക്കാനായിട്ട് കൈ കൊണ്ട് കറക്കുന്ന ഒരുപാട് ടൈം കൂടുതൽ വരും. അപ്പൊ പ്രായോഗികമല്ല. അപ്പൊ ഇപ്പൊ നമുക്ക് മെഷീനുകളൊക്കെ ലഭ്യമാണ്. കറവയന്ത്രം ഇപ്പൊ ഇത്തരം പശുക്കളെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ എന്തായാലും കറവയന്ത്രം സ്റ്റാഫ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതൊക്കെ ഇപ്പൊ ഇവിടെ ഇതിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറവ മെഷീൻ വേറെ എന്തോ ചെറുത്. പക്ഷേ ഇത് നമുക്ക് പശുക്കളുടെ എണ്ണം കൂടിയപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഇപ്പോഴത്തെ പുതിയ മോഡൽ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. എത്ര പശുക്കൾ എടുക്കാനായിട്ട്? ഇപ്പൊ നമുക്ക് ശരിക്കും 60 പശുക്കൾ ഉണ്ടെങ്കിൽ പോലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ മെഷീനാണ്. ഇതിന്റെ ബക്കറ്റ് നമുക്ക് 2 ബക്കറ്റ് ഒരേ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്ര എളുപ്പത്തിൽ നമുക്ക് കറവ ചെയ്യാൻ പറ്റും. മെഷീൻ ഇത് എടുത്തത് കയ്യിലാത്ത മെഷീനാണ് എറണാകുളത്തുള്ളത്. നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല, നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടാവും. അത്യാവശ്യം ഹെവി ഡ്യൂട്ടി മെഷീൻ തന്നെ മെഷീനാണ്. അത് ഇത്ര ഉപയോഗിക്കുമ്പോൾ ഇത്തിരി ഹെവി ഡ്യൂട്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ എത്രയും ലോ ക്വാളിറ്റി ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ്സ് കൂടും. ഇത് ഏകദേശം എത്ര കിലോ വരെ ചെയ്യാൻ കഴിയുമെന്ന് അറിയാമോ? ഇതിന് നമുക്ക് അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കായെ സംബന്ധിച്ചിടത്തോളം ഡയറി ഫാമിംഗ് പ്രോഫിറ്റബിൾ ആണ്. പ്രോഫിറ്റബിൾ എന്ന് വെച്ചാൽ പാലുൽപാദനം ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പ്രോഫിറ്റബിൾ ആണ്.
പാലുൽപാദനം കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പ്രോഫിറ്റബിൾ അല്ലാതെ വരിക.